നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടെ ആ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. ആര് ആ സ്ഥാനത്തേക്ക് വരും? ചോദ്യം ശക്തമാണ്. ഇതുവരെയും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ മാസം 21-നാണ് രാഹുൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. ഒരു മാസത്തോളം പിന്നിടുന്നു. നാഥനില്ല കളരിയായ ആ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. ആ സ്ഥാനത്തിലേക്കുള്ള ഒരു പിടിവലി അത് മുറുകുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗ്രൂപ്പ് സമ്മർദ്ദം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. കൊച്ചിയിൽ ഗ്രൂപ്പ് നേതാക്കളുടെ യോഗം ചേർന്നിരുന്നു. ഗ്രൂപ്പ് നേതാക്കളുടെ തീരുമാനം അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്ന ആവശ്യം ശക്തമായി നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുക എന്നാണ്. DCC ഭാരവാഹികളും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. ലൈംഗിക അതിക്രമ പരാതികൾ ഉയർന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ പദവി ഒഴിഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോഴും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കാൻ ദേശീയ നേതൃത്വത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അധ്യക്ഷ നിയമനം വൈകുന്നതിൽ പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ അഭിമുഖം നടത്താനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. എന്നാൽ എപ്പോൾ നടത്തും, എവിടെ വെച്ച് നടത്തും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ അബിൻ വർക്കി, OJ ജിനീഷ് കുമാർ, ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ, NSU മുൻ ദേശീയ ജനറൽ സെക്രട്ടറി KM അഭിജിത്ത് എന്നിവരാണ് അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നവർ. ഇതിൽ ആരാകും അടുത്ത യുവജന സംസ്ഥാന അധ്യക്ഷൻ എന്നത് ചോദ്യം. അബിൻ വർക്കിയെ പരിഗണിക്കണമെന്ന ആവശ്യത്തിൽ ഗ്രൂപ്പ് ഉറച്ചു നിൽക്കുകയാണ്. അബിൻ വർക്കി തന്നെ സ്ഥാനത്തേക്ക് എത്തുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. സംഘടനാ തിരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനം കിട്ടിയ അബിൻ വർക്കിക്ക് സ്വാഭാവിക നീതി കിട്ടണമെന്നാണ് നിലപാട്. അതേസമയം KM അഭിജിത്തിനായി ഗ്രൂപ്പും ബിനു ചുള്ളിലിനു വേണ്ടി KC വേണുഗോപാൽ പക്ഷവും കരുനീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പദവി ഒഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും അധ്യക്ഷ നിയമനം വൈകുന്നത് പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്ന തരത്തിലുള്ള പരാതികൾ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചയ്ക്കകം അധ്യക്ഷനെ നിയമിക്കണമെന്ന ആവശ്യം നേതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ലൈംഗിക ആരോപണം നേരിട്ടതിന് പിന്നാലെ രാജിവെക്കുന്നു. രാജിയെ തുടർന്ന് യൂത്ത് കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയാണ് രൂക്ഷമായത്. രാഹുൽ രാജിവെച്ചിട്ട് ഇത്രയും ദിവസങ്ങൾ പിന്നിടുമ്പോഴും 5 ദിവസം പിന്നിട്ടപ്പോൾ വരെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതായത് 5 ദിവസം പിന്നിട്ടിട്ടും ആരെയും കണ്ടെത്താനായില്ല എന്ന ചോദ്യം ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ 5 ദിവസം പിന്നിട്ട് ഒരു മാസം പിന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെയും ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയം. നിലവിൽ വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ശക്തമായതോടെ കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത അതിരൂക്ഷമാകുന്ന തലത്തിലേക്ക് നീങ്ങുകയായിരുന്നു. സംസ്ഥാനത്ത് അഭിപ്രായ ഐക്യമുണ്ടാക്കി ഒറ്റ പേര് ദേശീയ നേതൃത്വത്തിന് സമർപ്പിക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അബിൻ വർക്കിയെ അധ്യക്ഷനാക്കണമെന്നും അതാണ് സംഘടനാ കീഴ്വഴക്കമെന്നും ആവർത്തിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു വിഭാഗം നേതാക്കൾ. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകൾ വീണ്ടും പുനരാരംഭിച്ചു. എന്തായാലും തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി പരിഗണിച്ചില്ലെങ്കിൽ സ്ഥാനമൊഴിയുമെന്നത് അടക്കമുള്ള ഒരു നിലപാട് അബിൻ വർക്കി സ്വീകരിച്ചു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഭൂരിഭാഗം അംഗങ്ങളും അബിൻ വർക്കി സംസ്ഥാന അധ്യക്ഷനാകണം എന്ന നിലപാടുള്ളവരാണ്. അബിൻ വർക്കിയെ പരിഗണിച്ചില്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗത്വം രാജിവെക്കുമെന്നുള്ള അംഗങ്ങളുടെ നിലപാടും കമ്മിറ്റി അംഗങ്ങൾ KPCC നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ്. അതേസമയം അബിൻ വർക്കിയെ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് കത്തയച്ചിരുന്നു. രാഹുൽ രാജി പ്രഖ്യാപിച്ച അതേ ദിവസം തന്നെ ചെന്നിത്തല AICC നേതൃത്വത്തിന് മുന്നിൽ അബിൻ വർക്കിയെ പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ഒരാൾക്ക് ഒരു പദവി എന്ന തത്വം പരിഗണിച്ച് വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നത്. ലൈംഗിക ആരോപണത്തെ തുടർന്നുണ്ടായ വിവാദത്തെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ടി വന്നത്. AICCയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു രാഹുൽ രാജിവെച്ചത്. ഇതോടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ ചൊല്ലി നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടത്. യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ബിനു ചുള്ളിയെ തൽക്കാലം അധ്യക്ഷ പദവി ഏൽപ്പിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കെട്ടടങ്ങിയതിനു ശേഷം പുതിയ അധ്യക്ഷനെ സമവായത്തിലൂടെ കണ്ടെത്താനുമായിരുന്നു നീക്കം. പക്ഷേ ഗ്രൂപ്പ് ഇപ്പോൾ ചടുല നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുന്നു. കരുനീക്കങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. നേരത്തെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ തീരുമാനിച്ചിരുന്നത് രാഹുൽ ബ്രിഗേഡിന്റെ അഭിമുഖത്തിലൂടെയും മറ്റുമായിരുന്നു.
രാഹുൽ മാങ്കൂട്ടത്തിൽ സംഘടനാ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വോട്ടുകൾ നേടിയാണ് അധ്യക്ഷ പദവിയിലേക്ക് എത്തിയതെങ്കിലും അഭിമുഖം നടത്തിയാണ് പ്രഖ്യാപനം നടത്തിയതെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അഭിപ്രായ സമന്വയത്തിലൂടെയും അഭിമുഖത്തിലൂടെയും പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതായിരിക്കും തർക്കങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗമായി നേതൃത്വത്തിന് മുന്നിലുള്ളത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് ആരെ കൊണ്ടുവരണമെന്ന വിഷയത്തിൽ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തുന്നുണ്ട്. KPCC അധ്യക്ഷനും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുമായാൽ അത് തിരിച്ചടിയാവുമെന്ന ആശങ്ക നിലവിൽ നേതൃത്വത്തെ ബാധിക്കുന്നുണ്ട്. പക്ഷെ അത്തരത്തിലൊരു ചർച്ചകൾക്ക് ഇടമില്ല എന്ന് കേരളത്തിലെ നേതാക്കൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അബിൻ വർക്കി അധ്യക്ഷനായി പരിഗണിക്കുന്നതിൽ KC വേണുഗോപാലിന് താല്പര്യമില്ല എന്നാണ് വിവരം. എന്നാൽ സംസ്ഥാന അധ്യക്ഷൻ പദവിയിൽ നിന്ന് മാറേണ്ടി വന്നാൽ ചുമതലകൾ ഏറ്റെടുക്കേണ്ടത് വൈസ് പ്രസിഡന്റാണ്. ഇക്കാര്യം ഭരണഘടനയിൽ പ്രത്യേക നിർദ്ദേശമുണ്ടെന്നും അതിനാൽ കാലാവധി പൂർത്തിയാവാത്തൊരു കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ അബിൻ വർക്കിക്ക് ചുമതല കൈമാറാമെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. സംഘടനാ തിരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ അബിൻ വർക്കിയെ വൈസ് പ്രസിഡന്റായി പരിഗണിച്ചതും ഭരണഘടനാ പ്രകാരമായിരുന്നു. സാമുദായിക സമവാക്യം പാലിക്കണമെന്ന ആവശ്യം നേതാക്കൾ ശക്തമായി ഉന്നയിച്ചാൽ തീർച്ചയായിട്ടും അബിൻ വർക്കിയുടെ സാധ്യത മങ്ങാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ സാമുദായിക സമവാക്യം പാലിക്കണമെന്ന ആവശ്യം നേതാക്കൾ ശക്തമായി ഉന്നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അബിൻ വർക്കിയുടെ സാധ്യത മങ്ങും. KM അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി പ്രഖ്യാപിക്കുകയും അബിൻ വർക്കിയെ ദേശീയ ജനറൽ സെക്രട്ടറിയാക്കി പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. എന്തായാലും അബിനെ തഴയരുത് എന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് 30 സംസ്ഥാന ഭാരവാഹികൾ കത്തയക്കുകയുണ്ടായി. സമുദായ സന്തുലിതം ചൂണ്ടിക്കാട്ടി ചെരുപ്പിനൊത്ത് കാല് മുറിക്കരുതെന്ന് കത്തിൽ വ്യക്തമാക്കിയിരുന്നു. കത്തയച്ചവരിൽ 3 ജില്ലാ അധ്യക്ഷന്മാരും ഉൾപ്പെടുന്നുണ്ടായിരുന്നു. ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് ഇതിൽ നിർണായകമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് പകരക്കാരനെ തേടുമ്പോൾ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിലാണ് പ്രധാന പരിഗണനയിലുള്ളത്. അപ്പോഴാണ് അബിൻ വർക്കിക്കായി മറ്റു ചിലർ ചരടുവലി നടത്തുന്നത്. എന്തായാലും ആരാണ് ആ സ്ഥാനത്തേക്ക് എത്തുക ചോദ്യം ബാക്കിയാവുന്നു. സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 1,60,000 വോട്ട് അബിൻ വർക്കി നേടിയിരുന്നു. എന്നാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിൽ അബിൻ വർക്കിക്കെതിരെ രാഹുൽ അനുകൂലികൾ ആരോപണം ഉന്നയിച്ചിരുന്നു. അബിൻ വർക്കിയെ കട്ടപ്പയാക്കിയായിരുന്നു വിമർശനങ്ങൾ വന്നത്. തോളിൽ കൈയിട്ട് നടന്നവന്റെ കുത്തിന് ആഴമേറും എന്ന വിമർശനമൊക്കെ അബിൻ വർക്കിക്ക് നേരെ വന്നതാണ്. രാഹുലിനെതിരായ നീക്കത്തിന് പിന്നിൽ മാധ്യമങ്ങളും CPM-ഓ BJP-യോ അല്ല, നമുക്കിടയിലുള്ള കട്ടപ്പമാർ എന്ന വിമർശനമൊക്കെ ഒരു ഘട്ടത്തിൽ ഉയർന്നതാണ്. ഏറ്റുമുട്ടൽ ശക്തമായതോടെ നേതാക്കൾ ഇടപെട്ടു. ഗ്രൂപ്പിൽ സന്ദേശം അയക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. രാഹുലിനെ ഷാഫി പറമ്പിന്റെ അടുത്ത അനുയായിയായി വിജിൽ മോഹനൻ അടക്കമുള്ളവരാണ് വിമർശനം ഉയർത്തിയത്.